ഹലോ മക്കളെ, നമ്മുടെ ബയോളജിയിലെ 3 കിഡിലോസ്കി ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അതായത് നമ്മുടെ മൊഡ്യൂൾ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം CBSE എക്സാം എന്ന് പറയുന്നത് ആ ഒരു പാറ്റേണിൽ അതിൻ്റെ എക്സാംസ് എഴുതി വന്നാൽ മാത്രമേ നമുക്ക് എത്രത്തോളം പ്രാക്ടീസ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് ഫൈനൽ ബോർഡ് എക്സാം ക്ലിയർ ചെയ്ത് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓഫ് കോഴ്സ് നിങ്ങളുടെ എയിം അത് തന്നെയല്ലേ, ഫുൾ മാർക്ക് വാങ്ങുക എന്നതല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ എക്സാം വരാൻ പോവുകയാണ്. ആ 3 ചാപ്റ്റേഴ്സ്, അതായത് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് നമ്മുടെ ബോട്ടണിയിൽ വരുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സുവോളജിയിലുള്ള 2 ചാപ്റ്റേഴ്സ് അതായത് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും. സോ ഈ 3 ചാപ്റ്റേഴ്സും ചേർത്ത് എങ്ങനെയാണോ നമ്മുടെ ബോർഡ് എക്സാം നടക്കുന്നത് അതേ പാറ്റേണിൽ അതേ മാർക്കിൽ നിങ്ങൾക്ക് എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ കിടിലമായിട്ട് പഠിച്ചു വേണം നിങ്ങൾ ഈ ഒരു എക്സാം എഴുതേണ്ടത്. കാരണം തുടക്കം നന്നായാലേ ഒടുക്കം നന്നാവുള്ളൂ. അപ്പോൾ ബോർഡ് എക്സാം ക്ലിയർ ആക്കണം, ഫുൾ മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ തുടക്കത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കുഞ്ഞു എക്സാംസ് ഒക്കെ ക്ലിയർ ആയിട്ട് പഠിച്ച് സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അവസാനം കൊണ്ടുവച്ച് പഠിക്കാം എന്നൊരു മിഥ്യാധാരണയിൽ ഇരിക്കരുത്. അങ്ങനെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫസ്റ്റ് മൊഡ്യൂൾ എക്സാം സൂപ്പറായിട്ട് നിങ്ങൾ പഠിച്ചെഴുതണം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുകയും വേണം. ഈ എക്സാം എന്നാ നടക്കുന്നതെന്ന് അറിയണ്ടേ? ജൂൺ 1-ാം തീയതിയാണ്. രാവിലെ 10 മണിക്കായിരിക്കും എക്സാം. ഈവനിങ് അതിന്റെ ഡിസ്കഷനും ഉണ്ടാകും. അപ്പോൾ സൂപ്പറായിട്ട് എഴുതിക്കോളൂ മക്കളെ. ഓൾ ദി വെരി ബെസ്റ്റ്.